UDFന് മുൻതൂക്കമുള്ള നിയമസഭാ മണ്ഡലമാണ് എറണാകുളം നിയമസഭാ മണ്ഡലം. കോൺഗ്രസിലെ TJ വിനോദാണ് സിറ്റിംഗ് MLA. കോൺഗ്രസിന് ശക്തിയുള്ള മണ്ഡലമാണെങ്കിലും CPMനും കൃത്യമായ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലം തന്നെയാണ് എറണാകുളം. മുൻപ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് LDF സ്ഥാനാർത്ഥിയായിരുന്ന PM സീനുലാൽ പരാജയപ്പെട്ടത് കേവലം 5000 വോട്ടുകൾക്ക് മാത്രമായിരുന്നു. അതിനാൽ CPM കൃത്യമായ ശ്രദ്ധ ഈ നിയമസഭാ മണ്ഡലത്തിൽ വയ്ക്കുന്നുമുണ്ട്. 2026 നിയമസഭാ സ്ഥാനാർത്ഥി സാധ്യതകൾ പരിശോധിച്ചാൽ LDFന് വേണ്ടി CPM മത്സരിക്കുന്ന സീറ്റിൽ 2 പേരുകളാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. CPM എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം C മണി, DYFI എറണാകുളം ജില്ലാ പ്രസിഡന്റ് നിഖിൽ ബാബു എന്നീ പേരുകളാണ് CPM പരിഗണിക്കുന്നത്. മണ്ഡലത്തിലെ വോട്ടറായ C മണിക്ക് തന്നെയാണ് മുൻതൂക്കം കൂടുതൽ. ജനപ്രിയനായ ഒരു നേതാവുമാണ് അദ്ദേഹം. ഒരു യുവ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് മണ്ഡലം പിടിച്ചെടുക്കാം എന്നതാണ് നിഖിൽ ബാബുവിൻ്റെ പേര് പരിഗണിക്കാനുള്ള ഒരേ ഒരു കാരണം. ജില്ല മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു യുവ നേതാവാണ് നിഖിൽ. ഇനി UDF സാധ്യതകൾ പരിശോധിച്ചാൽ സിറ്റിംഗ് MLAയും കോൺഗ്രസ് നേതാവുമായ TJ വിനോദ് തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ജനകീയ MLA എന്ന പേരെടുത്ത ഒരു വ്യക്തിയാണ് ഈ TJ വിനോദ്. BJPയും BDJSും എറണാകുളം സീറ്റിൻ്റെ കാര്യത്തിൽ അന്തിമ ധാരണയിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതിനാൽ NDA സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ UDFനാണ് ലീഡ്. വികസന മുരടിപ്പ് ചൂണ്ടിക്കാണിച്ച് LDFും വികസന തുടർച്ച ആഗ്രഹിച്ച് UDFും ഇറങ്ങുമ്പോൾ നല്ല മത്സരം തന്നെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരുന്ന് കാണാം.